സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ അപാരമായ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഒരു റമദാനിന് കൂടി സാക്ഷികളാവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു റമദാനിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ് എന്നാണ്. അപ്പൊ അതിൻ്റെ ഒരു മറുവശം എന്താണ്? റമദാനിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയാതെ പോയാൽ, അല്ലെങ്കിൽ റമദാനിലെ കർമ്മങ്ങൾക്കിടയിൽ ഒരാൾ അള്ളാഹുവിലേക്ക് യാത്ര പോയാൽ, നമ്മൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും അയാൾ ഒരു നിർഭാഗ്യവാനാണ് എന്ന്. പക്ഷെ അതിനെക്കുറിച്ചൊരു പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ, പഠിച്ച തമ്പുരാൻ ഒരുപക്ഷെ നമുക്ക് ഒരു റമദാൻ കൂടി തന്നത് നിങ്ങളുടെ ചാർജ് ഷീറ്റ് എടുത്തപ്പോൾ അതിൽ കുറേ ശരികേടുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു റമദാൻ കൂടി തരുന്നു എന്ന് തീരുമാനിച്ചത് കൊണ്ടാണെങ്കിലും, അതേ സമയത്ത് റമദാനിൻ്റെ തൊട്ട് മുമ്പ് റമദാനിൻ്റെ ഇടക്ക് ഒക്കെ യാത്രയായ ആളുകൾ, ആ ആളുകളെ നിങ്ങൾ ഏകദേശമൊക്കെ പൂർത്തിയായിരിക്കുന്നു, ഇനി പോന്നോളി എന്ന് അല്ലാഹു പറഞ്ഞത് കൊണ്ടാണോ അവർ പോയിട്ടുണ്ടാവുക? അങ്ങനെ ഒരു വിചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കും ഒരു ആശ്വാസം ഉണ്ടാകും. നമ്മുടെ ആരാധനകൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് ഒരു ആത്മീയ നിർവൃതി ഉണ്ടായിരിക്കും. വലിയ ഭാഗ്യവാന്മാരാണ് എന്ന ഒരു അമിതാവേശത്തിൽ ഒരുപക്ഷെ ജാഗ്രതക്കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരു തിരുത്തു കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു വായന എന്ന് പറയുന്നത്. പഠിച്ച തമ്പുരാൻ ഈ റമദാനിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് വിശുദ്ധ റമദാനിൻ്റെ ഇത്രയേറെ ശ്രേഷ്ഠതയ്ക്ക് കാരണം? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒന്നുമല്ല, ഒരൊറ്റ കാരണമേ ഉള്ളൂ. റമദാനിൻ്റെ ശ്രേഷ്ഠതയ്ക്ക്, അവസാനത്തെ 10ന്റെ ശ്രേഷ്ഠതയ്ക്ക്, അവസാനത്തെ 10ലെ ഒറ്റയെട്ട് രാവുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണമാണ് ഖുർആൻ റമദാനിനെ കുറിച്ചുള്ള പരാമർശത്തിൽ തുടക്കത്തിലേ പറഞ്ഞു വെച്ചത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മാർഗദർശക ഗ്രന്ഥം അവതീർണമായതോടുകൂടെ 12 മാസങ്ങളിൽ ഒരു മാസം സവിശേഷമായി മാറും. ആ മാസം സയ്യിദു ശുഹൂരി ശഹ്റു റമദാൻ എന്ന സ്ഥാനത്തിന് അർഹമായി മാറും. മറ്റൊരു മാസത്തിനും ഇല്ലാത്ത പ്രാധാന്യവും ശ്രേഷ്ഠതയും നമ്മൾ കൽപ്പിക്കുന്നു. ആ മാസത്തിലെ രാപ്പകലുകൾ സജീവമാക്കുന്നു. ആരാധന, അനുഷ്ഠാനങ്ങൾ ഒക്കെ കൊണ്ട് നമ്മൾ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ അതിന്റെ അവതരണത്തെ കുറിച്ച് പറഞ്ഞ 3 പരാമർശങ്ങളിൽ ഒന്ന് മാത്രമാണത്. രണ്ടാമത്തെ പരാമർശം വരുന്നത് സൂറ ദുഖാനിലാണ്. അതിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയാണ്. നേരത്തെ റമദാൻ മാസം എന്ന് പൊതുവായി പറഞ്ഞു. രണ്ടാമത് പറയുന്നത് റമദാനിലെ തന്നെ അനുഗ്രഹീതമായ മുബാറക്കത്തായിട്ടുള്ള ഒരു രാത്രിയിലാണ് നാം ഇതിനെ അവതരിപ്പിച്ചത് എന്ന് മാത്രമല്ല, ആ രാത്രിയുടെ സവിശേഷതയായി ഖുർആൻ ഒരായത്ത് കഴിഞ്ഞ് ചേർത്ത് വെക്കുന്നത് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ ദിവസമാണ് യുക്തിഭദ്രമായ എല്ലാ കാര്യങ്ങളുടെയും തീരുമാനങ്ങൾ നാം എടുക്കുന്നത്. തീരുമാനങ്ങളുടെ വ്യവച്ഛേദം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അന്നാണ്. ഈ ആയത്തിനെ വിശകലനം ചെയ്തുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത്, ഒരു വർഷത്തെ മിൻ സനത്തിൻ ഇലാ സന, ഒരു വർഷത്തെ കണക്കെടുപ്പ് നടക്കുന്ന, ഓഡിറ്റ് നടക്കുന്ന രാത്രിയാണ് ഖുർആൻ ഇറങ്ങിയ രാത്രി എന്നാണ്. ഇമാം ഖത്താദ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഈ രാത്രിയാണ് അടുത്തൊരു വർഷത്തേക്ക് ഒരാൾക്ക് എത്ര റിസ്ക് നൽകണം എന്ന് തീരുമാനിക്കുന്നത്. അടുത്തൊരു വർഷം ആരൊക്കെ ജീവിച്ചിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്.
അടുത്തൊരു വർഷം ആർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് ഈ രാത്രിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരാൾ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന മനുഷ്യൻ അറിയില്ല അയാളുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഷം മരിക്കുന്നവരുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. അതുപോലെ ഒരാൾ ഒരു പെൺകുട്ടിയെ വിവാഹാലോചന നടത്തിയിട്ട് കല്യാണം നടത്താൻ വേണ്ടി പോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോൾ ആ രണ്ട് വീട്ടുകാർക്കും അറിയില്ല അയാൾ മരിക്കുന്നവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് എന്ന്. അതുപോലെ ഒരാൾ വലിയൊരു പറമ്പ് വാങ്ങി. ആ പറമ്പിൽ അയാൾ ഇങ്ങനെ കിളച്ച് അത് മണ്ണൊരുക്കി വിത്തിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അയാൾക്കും അറിയില്ല അയാളുടെ പേര് ഇങ്ങനെ മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അത്ഭുതകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്ന ദിവസമാണ്, രാത്രിയാണ് ഇത് എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യമല്ല, അതിന്റെ ശ്രേഷ്ഠതയല്ല യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളത്. ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ മനുഷ്യരുടെയും ഭാവിഭാഗതയും നിർണയിക്കപ്പെടുന്ന രാവാണ് ഇത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അന്ന് നമുക്ക് ഉറങ്ങാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ നടക്കാറുണ്ടല്ലോ. ആ ഇലക്ഷന്റെ സമയത്ത് പിറ്റേന്ന് ഇലക്ഷന്റെ റിസൾട്ട് അറിയുമ്പോൾ തലേന്ന് സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പുണ്ടാവില്ല. സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, അവരുടെ കൂടെ പണിയെടുത്ത പാർട്ടി പ്രവർത്തകർക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം പിറ്റേന്ന് രാവിലെ അവരുടെ ഭാവി നിശ്ചയിക്കപ്പെടാൻ പോവുകയാണ്. അവർ തെരഞ്ഞെടുക്കപ്പെടുമോ ഇല്ലയോ എന്നറിയാൻ കഴിയുകയാണ്. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ അടുത്തൊരു വർഷം എങ്ങനെയാവണമെന്ന നിർണായകമായ തീരുമാനമെടുക്കുന്ന രാത്രിയാണ് ഈ ഖുർആൻ ഇറങ്ങിയ രാത്രി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ രണ്ടാമത്തെ പരാമർശം. മൂന്നാമത്തെ പരാമർശം ഖുർആൻ നടത്തുന്നത് ഖുർആനിലെ ഒരു കൊച്ചു സൂറത്തുണ്ട്, ചെറിയൊരു സൂറത്ത്. ആ സൂറത്തിന്റെ പേര് തന്നെ അൽ ഖദ്ർ എന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ മൂന്ന് പരാമർശങ്ങളും ഒന്നൊന്നിന്റെ വിശദീകരണങ്ങളാണ്. അനുഗ്രഹീതമായ രാവ് എന്ന് പറഞ്ഞു വെച്ചിട്ട് ആ രാത്രിയിൽ എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ചെറിയൊരു സൂറത്തിൽ. അതിലാദ്യമായി പറഞ്ഞത് ഈ മാസം ഖൈറുൻ മിൻ അൽഫി ശഹർ, ഈ രാവ് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന പരാമർശത്തെ തന്നെ 2 വായനകൾ നടത്തിയിട്ടുണ്ട്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ അതിനെ വായിക്കുന്നത് അത് 83 വർഷവും 4 മാസവും അടങ്ങുന്ന ഒരു വലിയ ബൃഹത്തായ കാലഘട്ടത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് ഒരു രാത്രി, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി നമ്മൾ എങ്ങാനും അങ്ങോട്ട് പെട്ടുപോയി കഴിഞ്ഞാല് നമുക്ക് ഒരു ആയുസ് മുഴുവൻ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ലഭിക്കുന്നത്. ഇതൊരു പ്രതിഫലത്തിന്റെ വായനയാണ്. എന്നാൽ ഖുർആനിലൂടെ വളരെ സൂക്ഷ്മമായി നിങ്ങൾ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കഴിയുകയില്ല. ഖുർആൻ 1000 എന്ന് പറയുന്നത്, 70 എന്ന് പറയുന്നത്, 700 എന്നൊക്കെ പറയുന്നത് ആധിക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങൾ മനുഷ്യന് നേടിയെടുക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ, 1000 മാസം കൊണ്ട് മനുഷ്യന് കൈവരാത്ത നിർണായകമായ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന രാത്രിയാണ് എന്നാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് സംഭവിക്കുന്നത്? അന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. തനസ്സലുൽ മലായികത്തു വർ-റൂഹ് ബിഇദ്നി റബ്ബിഹിം, മാലാഖമാർ ഇറങ്ങി വരികയാണ്. ഏത് മാലാഖമാർ? നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക് നടത്തി നോക്കിയാല് അവരോട് ആ പടച്ചോൻ പണ്ട് ചോദിച്ചത് ഞാൻ ഒരു ഖലീഫയെ നിയമിക്കട്ടെ എന്ന്. അന്നേരം അവർ അല്ലാഹുവിനോട് പറഞ്ഞത് അത്തജഅലു ഫീഹാ വയഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, എന്തിനാ പടച്ചോനെ ഭൂമിയിൽ കലാപമുണ്ടാക്കുന്ന, രക്തം ചൊരിയുന്ന ആളുകളെ നീ സൃഷ്ടിക്കുന്നത്? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങളില്ലേ നിന്നെ പ്രകീർത്തിക്കാൻ, നിന്നെ സ്തുതിക്കാൻ, നിനക്ക് അപദാനങ്ങൾ വാഴ്ത്താൻ ഞങ്ങളില്ലേ, എന്തിനാണെന്ന് ചോദിച്ചു.
ആ മലക്കുകളോട് അള്ളാഹു പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാമെന്നാണ്. നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാം. ആ അറിയുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ അള്ളാഹു മാലാഖമാരോട് പറയുകയാണ്. എന്നിട്ട് ആകാശത്തേക്ക് മാലാഖമാർ ഇങ്ങനെ ചെറിയ ചെറിയ കാഫിലകളായി ഇറങ്ങി വരികയാണ്. എത്രത്തോളം അവരുണ്ട് എന്നതിനെ കുറിച്ച് ഹദീസുകൾ പറയുന്നത് അക്സറ മിൻ അദദിൽ അഹ്സ എന്നാണ്. ഭൂമിയിലെ മൺതരികളേക്കാൾ കൂടുതൽ മാലാഖമാർ ആ രാത്രിയിൽ ഇങ്ങനെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്താ അവർ ചെയ്യുന്നത് എന്നറിയൂ? അവരിങ്ങനെ ചെയ്യുന്നത് നമ്മുടേതുപോലെയുള്ള പള്ളികളിൽ അല്ലെങ്കിൽ ആരാധനാ നിമഗ്നരായിട്ടുള്ള ദാസന്മാരുടെ ഇടയിലേക്ക് അവർ ഇറങ്ങി വരികയാണ്. അവർ ഇറങ്ങി വരുമ്പോ ആരാധനകളിൽ പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടാൽ അവർ അവിടെ ചുറ്റും ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് ശാന്തി വർഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്ന് മുഫസ്സിറുകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഖുർആൻ ആ ആയത്ത് അവസാനിക്കുന്നത് ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ സകല കാര്യങ്ങളുമായിട്ടാണ് അവർ ഇറങ്ങി വരുന്നത് എന്നാണ്. നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ പടച്ച തമ്പുരാന് കൊടുത്തിട്ട് അവനതിൽ തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. ഈ തീരുമാനമെടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഏതിനെ ആധാരമാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് പ്രധാനം. ഏതിനാധാരമാക്കിയിട്ടായിരിക്കും? നമ്മുടെ ഇബാദത്തുകളുടെ മേമ്പൊടി കേട്ടിട്ടാണോ? നമ്മുടെ ശുദ്ധിഭദ്രമായ ഖുർആൻ പാരായണം കേട്ടിട്ടാണോ? അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉറക്കമൊഴിച്ച് പള്ളികളിലും വീടുകളിലും ഇരിക്കുന്നത് കണ്ടിട്ടാണോ? അതല്ലെങ്കിൽ നമ്മൾ ദീർഘം നിന്ന് കാല് കഴക്കുന്നത് വരെ നമസ്കരിക്കുന്നത് കണ്ടിട്ടാണോ? അല്ല. അവർ നമ്മുടെ തീരുമാനമെടുക്കാൻ മാനദണ്ഡമാക്കുന്നത് നമുക്കവർ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അകമ്പടിയിലാണ് മാലാഖമാർ വരുന്നത്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഇറക്കിക്കൊടുത്ത കലാമാണ് ഖുർആൻ. ആ ഖുർആനോട് നിങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ആ ഖുർആനോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? ആ നിലപാടാണ് അടുത്തൊരു വർഷത്തേക്കുള്ള നമ്മുടെ തീരുമാനമെടുക്കുന്നതിന്റെ മാനദണ്ഡം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനാണ് പ്രധാനം ഈ പറഞ്ഞതിലൊക്കെയും. ആ ഖുർആനോടുള്ള നമ്മുടെ സമീപനം എന്താണ്? യഥാർത്ഥത്തിൽ ഖുർആനെ സമീപിക്കേണ്ട പോലെ നമുക്ക് സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഏറ്റവും നന്നായി ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് പോലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് അൽ മുഅ്മിനൂൻ എന്നാണ്. അൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്നാണ് അതിന്റെ അർത്ഥം. ആ സൂറത്ത് തുടങ്ങുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ആ ആയത്ത് ഇറങ്ങുന്ന അല്ലെങ്കിൽ സൂറത്ത് ഇറങ്ങുന്ന പശ്ചാത്തലം ഏതാണെന്ന് അറിയും. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച മക്കയുടെ മധ്യകാലഘട്ടത്തിൽ അന്ന് ഒരാൾ വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ബഹിഷ്കൃതനാവുക എന്നതാണ്. തെരുവീതിയിൽ അയാൾ കൈകാര്യം ചെയ്യപ്പെടുക എന്നതാണ്. അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിക്കുക എന്നതാണ്. മർദ്ദനത്തിന് പീഡനത്തിന് വിധേയമാവുകയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരും ഭയങ്കര പീഡനങ്ങളെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ പറയുകയാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഇത് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല, ഇതെന്താ ഈ പറയുന്നത് തോന്നിപ്പോകും. അതാണ് കണ്ണുകൊണ്ട് കാണുന്നതല്ല, അതിനപ്പുറത്ത് ചില കാഴ്ചകളുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അത് വെറുതെ പറയല്ല ചെയ്തത്. ആ വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ എണ്ണി പറയുന്നുണ്ട്. വല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ ലിസ്സകാത്തി ഫാഇലൂൻ എന്ന് പറഞ്ഞ് എണ്ണി പറയുന്നുണ്ട്. ഈ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും.
നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരു ഉദാഹരണം കൂടി പറയാം. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ 6-ാം വർഷം റസൂൽ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ? മക്ക അവർക്ക് ബാൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഒരാൾക്ക് മക്കയിൽ പോയി ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ സ്വൈര്യമായി സാധിക്കുകയില്ല. പ്രത്യേകിച്ച് സംഘമായി പോയി നിർവഹിക്കാൻ കഴിയില്ല. ആ ഘട്ടത്തിൽ പ്രവാചകൻ കാണുന്ന സ്വപ്നം അല്ലാഹുവിന്റെ റസൂല് കുറെ സഹാബികളുമായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് അങ്ങനെ അവർ കഅബയിൽ തവാഫ് ചെയ്യുന്നതാണ് സ്വപ്നം കാണുന്നത്. റസൂൽ സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ സ്വപ്നം. ഇപ്പൊ സഹാബാക്കൾക്ക് തോന്നി അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം നമ്മുടെ പോലത്തെ സ്വപ്നം അല്ലല്ലോ, അത് വഹിയാണ്, അതുകൊണ്ട് അത് നടക്കാനുള്ള സംഭവമാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുങ്ങി പുറപ്പെടേണ്ടതാണ് എന്ന് തോന്നിയിട്ട് 1500ഓളം സഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉംറ നിർവഹിക്കാൻ വേണ്ടി ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ ഇഹ്റാമിൽ പ്രവേശിച്ച് നടക്കുകയാണ്. ഇവരിങ്ങനെ പോകുന്നു എന്ന വിവരം വളരെ പെട്ടെന്ന് മക്കയിലെത്തി. അതല്ലെങ്കിൽ ഇവർ അവിടുത്തെ സ്ഥിതിവിശേഷത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ചാരന്മാരെ നിയോഗിച്ചിരുന്നു. അവര് വന്ന് പറഞ്ഞു, നിങ്ങളങ്ങോട്ട് വരേണ്ട താമസം, നിങ്ങളെ പിടികൂടാനും നിങ്ങളോട് പോരടിക്കാനും നിങ്ങളെ തടയാനും ഖുറൈശികൾ ഒരുങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതൊന്നും വകവെക്കാതെ പോയി. അങ്ങനെ ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞു, ഒന്നും നടക്കൂല മുഹമ്മദേ, നടക്കൂല അത്. കാരണം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് കയറണ്ട എന്ന്. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാകുമ്പോ നിങ്ങൾ കുറച്ച് കേമന്മാരായിട്ട് അവിടെ വന്ന് ഉംറയും തവാഫ് നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല, അതുകൊണ്ട് നടക്കൂല. അങ്ങനെ ഒരുപാട് സംഭാഷണങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അവരുമായിട്ട് ഒരു ബൈഅത്തിൽ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാറാണ് ചരിത്രത്തിലെ ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കരാറിലെ 1ാമത്തെ വ്യവസ്ഥ, ഇനി 10 വർഷം നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല എന്നതാണ്. 2ാമത്തെ വ്യവസ്ഥ, നിങ്ങൾ ഇത്തവണ ഉംറ നിർവഹിക്കാതെ തിരിച്ച് നിങ്ങൾ മദീനയിലേക്ക് പോകണം എന്നതാണ്. 3ാമത്തെ വ്യവസ്ഥ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ, മുശ്രിക്കായി മാറിയാൽ അവനെ ഞങ്ങളുടെ നാട്ടിലേക്ക് വിട്ടുതരണം എന്നതാണ്. 5ാമത്തെ വ്യവസ്ഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വിശ്വാസിയായാൽ അയാളെ ഞങ്ങൾ വിട്ടു തരികയില്ല എന്നാണ്. പ്രത്യക്ഷത്തിൽ ഇത് കേട്ടാൽ തോന്നുന്നു മുസ്ലിങ്ങൾക്ക് ഭയങ്കര അടിയായിട്ടുള്ള ഒരു സറണ്ടറിങ് കരാറാണ് എന്നാണ് തോന്നുക. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായി. കരാർ എഴുതിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല കരാർ എഴുതാൻ വേണ്ടി പോകുമ്പോ ആ കരാർ തുടങ്ങുന്ന മിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരാറിന് നേതൃത്വം കൊടുത്ത ഖുറൈശി പ്രമുഖൻ പറഞ്ഞു, പറ്റില്ല, ബിസ്മില്ലാ എന്ന് കൊടുത്തു, റഹ്മാനും റഹീം ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞു. ബിസ്മി മാത്രം എഴുതി തുടങ്ങി. മിൻ റസൂലില്ലാഹി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ എന്ന് എഴുതിയപ്പോൾ പറഞ്ഞു പാടില്ല, കാരണം നീ മുഹമ്മദ് റസൂലാണെന്ന് അംഗീകരിച്ചതിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് എഴുതി തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അത് മായ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു, ഞാൻ മായ്ക്കൂല, റസൂൽ എന്ന് എന്റെ കൈകൊണ്ട് എഴുതിയിട്ട് ഞാൻ തന്നെ മായ്ക്കൂല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എവിടെ എഴുതിയത് എന്ന് ചോദിച്ച് പ്രവാചകന്റെ കൈ കൊണ്ടാണ് റസൂലുള്ളാഹ് എന്ന് വെട്ടിട്ടത്. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു സറണ്ടറിങ് മാപ്പസാക്ഷിത്വത്തിന്റെ കരാറായി തോന്നുന്ന കരാർ സഹാബാക്കൾക്ക് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഹസ്രത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, "മത്ത് റസൂലേ, അൻത റസൂൽ, നിങ്ങൾ റസൂൽ തന്നെയാണോ? ഇങ്ങനെ ഒരു സറണ്ടറിംഗിന് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ?" എന്ന് ചോദിച്ചു. അതിനേക്കാൾ രസം എന്താ വെച്ചാൽ ഒരു ക്ലൈമാക്സ്, ഇഹ്റാമിൽ വന്ന ആളുകൾ അവർ വരുന്ന സമയത്ത് അവിടെ കൂടെ കൂട്ടിയിട്ടുള്ള ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങളുടെ കഴുത്തിൽ അവർ ഒരു ബലിമാലയിട്ടിട്ടാണ് കൊണ്ടുവന്നത്. കാരണം സാധാരണ ഒട്ടകങ്ങളുടെ പുറത്ത് വരുമ്പോൾ യുദ്ധത്തിനാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഈ മാലകൾ അഴിച്ച് അവരെ ബലിയർപ്പിച്ചിട്ട് വേണം ഈ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവാൻ. റസൂൽ പറഞ്ഞു, നമ്മൾ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് എല്ലാവരും തഹല്ലുലായിക്കൊള്ളും. സഹാബാക്കൾ അനങ്ങണില്ല.
സഹാബാക്കൾ അടങ്ങുന്നില്ല, റസൂൽ പോലും ഭയങ്കര നിസ്സഹായനായി മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ടെന്റിൽ പോയി ഓരോ യാത്രയിലും ഓരോ ഭാര്യമാരെ കൂടെ കൂട്ടും. അന്ന് കൂടെ കൂട്ടിയ ഉമ്മു സലമ റളിയല്ലാഹു തആല അന്നയോട് ചോദിച്ചു, ഉമ്മു സലമ, ആളുകൾ കേൾക്കണില്ല, എന്താ ചെയ്യുക? അപ്പോൾ ഉമ്മു സലമ പറഞ്ഞു കൊടുത്തു, റസൂലേ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിരിക്കുക, നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ സ്വയം തഹല്ലുലാവുക, ആളുകൾ അങ്ങനെ ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞു. റസൂൽ അതുപോലെ ചെയ്യുകയും അങ്ങനെ ആളുകൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവായിട്ട് തിരിച്ചു നടക്കുകയാണ്. ഈ സമയത്തിറങ്ങിയ ഒരു സൂറത്തിന്റെ ഖുർആനിൽ, ആ സൂറത്തിന്റെ പേരെന്താണെന്നറിയോ? ആ സൂറത്തിന്റെ പേര് അൽ ഫത്ഹ് എന്നാണ്. അൽ ഫത്ഹ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഇറങ്ങുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, നാം താങ്കൾക്ക് വളരെ തെളിച്ചമുള്ള വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. ഏത്? ഈ സറണ്ടറിങ് കരാറിൽ ഒപ്പിട്ടിട്ട് തിരിച്ചു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ആയത്ത് ഏതാണ്? നിങ്ങൾ വ്യക്തമായ വിജയത്തിലേക്ക് കിടക്കുകയാണ് എന്നാണ്. പുറം കാഴ്ചകളല്ല യഥാർത്ഥത്തിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന പുതിയ ഒരു പാഠം വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതായിരുന്നു ശരിയായി മാറിയത്. 10 വർഷത്തെ സമാധാന അന്തരീക്ഷം കൊണ്ട് ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയുടെ ഹിജാസ് ഭൂമിയുടെ പരിസര പ്രദേശങ്ങളിലെ രാജാക്കന്മാർക്ക് കത്തയക്കാൻ കഴിഞ്ഞു. ആളുകൾ സംഘമായി ഒറ്റയ്ക്കും നിവേദന സംഘങ്ങളായി മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. അവസാനം ഇത് കണ്ടിട്ട് ഖുറൈശികൾക്ക് തോന്നിപ്പോയി ഇത് വലിയ അടിയായി പോയി. അതുകൊണ്ട് നമ്മൾ തന്നെ ആ കരാറിൽ നിന്ന് പിന്മാറണമെന്ന് അവർ തീരുമാനിക്കുകയുണ്ടായി. ഈ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാല്, പലപ്പോഴും നമ്മൾ ഈ പ്രത്യക്ഷ വായനയിൽ വല്ലാതെ പരിധി പോകുന്ന ആളുകളുണ്ട്. പ്രത്യക്ഷ വായനയിൽ ഉദാഹരണമായിട്ട് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ കണ്ണീരടിപ്പിക്കുന്ന കാഴ്ചകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും അവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 50,000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 50,000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 80% കെട്ടിടങ്ങൾ നശിച്ചു കഴിഞ്ഞു. കെട്ടിടങ്ങൾ ഇനി 10,000 കൊല്ലം, പിന്നെ 10 വർഷത്തിലേറെ വേണ്ടി വരുമത്രേ അവിടെയുള്ള നാശനഷ്ടങ്ങൾ ഒന്ന് നീക്കി കിട്ടാനെന്നാ പറയുന്നത്. 10 വർഷം എന്റെ സംശയമാണ്, അതിൽ കൂടുതലുണ്ടോ എന്ന് സംശയമുണ്ട്. അത്രയും വലിയ അപകടത്തെ അല്ലെങ്കിൽ അത്രയും വലിയൊരു പരാജയം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, ഇത് തീർന്നു കഥ. നമ്മൾ എത്ര ദുആ ചെയ്തുള്ളേ, എത്ര റമളാനുകളിൽ നമ്മൾ തൊണ്ട കാറിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പടച്ചോൻ എന്താ അത് സ്വീകരിച്ചിട്ടില്ല എന്ന്. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഇപ്പൊ അത് പറയുന്നതിൽ വലിയ പ്രസക്തി ഇല്ല എന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞു നോക്കട്ടെ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പിന്നെ വെടിനിർത്തൽ കരാർ ഇറക്കിയല്ലോ, അല്ലെങ്കിൽ കരാറിൽ ഒപ്പിട്ടല്ലോ. ആ കരാർ ഒപ്പിട്ടതിന്റെ പിറ്റേ ദിവസം ഇസ്രയേലിൽ ഇറങ്ങിയ പത്രം ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന പത്രത്തിന്റെ മെയിൻ ഹെഡിങ് എന്തായിരുന്നു എന്നറിയോ? മെയിൻ ഹെഡിങ്ങിൽ ലേഖനം എഴുതിയത് ഡേവിഡ് കെ റീസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ തലക്കെട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രയേൽ ജസ്റ്റ് ലോസ്റ്റ് എ വാർ എന്നാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇസ്രയേൽ ഒരു പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. കെട്ടിടങ്ങളുടെ തകർച്ചയാണ് പരാജയം എന്നത് നമ്മുടെ പുറം കാഴ്ചകളാണ്. അല്ലെങ്കിൽ മരിച്ചു വീണ മനുഷ്യരുടെ രക്തമാണ്, അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങളാണ് യഥാർത്ഥത്തിൽ പരാജയത്തിന്റെ മാനദണ്ഡം എന്നത് നമ്മുടെ ഉപരിപ്ലവമായ വായനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിജയത്തിന്റെ ക്യാപിറ്റലാണ് യഥാർത്ഥത്തിൽ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വിജയത്തിന്റെ ക്യാപിറ്റൽ നിങ്ങൾ കണ്ടല്ലോ. ആ കുറഞ്ഞ കാലയളവിൽ ബന്ദികൾ വിട്ടയക്കുന്ന ഓരോ സംഭവത്തെയും എത്ര മനോഹരമായിട്ടാണ് അവർ ആവിഷ്കരിച്ചത്. വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കി, ആ സ്റ്റേജിൽ ബന്ദികളെ കൊണ്ടുവന്ന് നിർത്തി, ആ ബന്ദികൾക്ക് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത്,
എന്നിട്ട് ആ ബന്ദികൾ ഇറങ്ങിപ്പോകുന്നത് ഇവിടെ തലയിൽ ചുംബിച്ചുകൊണ്ടാണ്. ലോകം മുഴുവനും കാണുകയാണ്. എന്ത്? രണ്ട് സംസ്കാരങ്ങളെ അവർ തിരിച്ചറിയുകയാണ്. ആ രണ്ട് സംസ്കാരങ്ങൾ അവർ തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ അനുരണനങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്നറിയോ? ലോകത്ത് ഒരുപാട് ആളുകൾ ഇവരുടെ പ്രചോദനം എന്താണ്? ഇവരുടെ പ്രചോദനം എന്താണ്? ഇങ്ങനെ ഒരു മനുഷ്യർ ആക്രമിക്കപ്പെട്ടിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ ആളുകൾ എങ്ങനെ ഈ ഒരു ആദർശത്തിൽ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന അത്ഭുതത്തോടുകൂടി അവർ കാണുകയും അങ്ങനെ ഖുർആൻ പഠിക്കാൻ ആരംഭിച്ച പല ബ്ലോഗർമാരും യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ട്വിറ്റർ ഉപയോഗിച്ചിരുന്ന ആളുകളും ഒക്കെ ഖുർആൻ പഠന വിധേയമാക്കി എന്ന് മാത്രമല്ല അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഖുർആനിന്റെ പ്രചാരകരായി മാറി. ഒരുപക്ഷെ നമുക്കൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സാധിക്കാത്തതാണ് ആ മനുഷ്യർ ലോകത്ത് സാധിച്ചെടുത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അവരുടെ മരണങ്ങൾ എന്നത് ഒരിക്കലും നഷ്ടമല്ല. നമുക്ക് കാഴ്ചയിൽ അത് നഷ്ടമായിരിക്കാം. പക്ഷെ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. നിങ്ങൾ മിണ്ടി പോകരുത്. അവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയാൻ പാടില്ല. കാരണം അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവിടെ അവർ വിഭവങ്ങൾ നൽകപ്പെടുന്നവരാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടില് ചില മുസ്ലിം സംഘടനകൾക്ക് പോലും ഖുർആനിന്റെ ഈ ഒരു അന്തരാർത്ഥത്തെ ഹൃദയം കൊണ്ട് ഏറ്റുവരുന്ന കഴിഞ്ഞിട്ടില്ല. അവര് പറയുന്നുണ്ട് ഹമാസ് ചെയ്തത് പടുവിഡിത്തമാണ്. ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട് ഹമാസ് ചെയ്തത് പടുവിഡിത്തമാണ്. 1,00,000-ഓളം മനുഷ്യരെ കൊലക്ക് കൊടുക്കുകയാണ് ചെയ്തത്, കൊലക്ക് കൊടുക്കുകയാണ് അവർ ചെയ്തത് എന്ന് പറയുന്ന ആളുകൾ ഏത് ഖുർആനാണ് വായിച്ചത്? അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇവിടുത്തെ സുഖജീവിതമാണ് എല്ലാം എന്നത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ നേട്ടം എന്ന് പറയുന്നത് ഒരുപാട് ശുഹദാക്കൾ അവർക്ക് ലഭിച്ചു എന്നതാണ്. ഈ യുദ്ധത്തിന്റെ പ്രകമ്പനത്തിനിടയിൽ തിരക്കുകൾക്കിടയിൽ ഫലസ്തീനിൽ നടന്ന 2 പരിപാടികളുണ്ട്. അതിലൊരു പരിപാടി എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഇടക്കിടക്ക് അവിടെ നടക്കുന്ന ഒരു പരിപാടി. ആ പരിപാടി ഓരോ കുടുംബത്തിലെയും ഏറ്റവും കൂടുതൽ ഷഹീദുകളെ സംഭാവന ചെയ്ത രക്ഷിതാക്കളെ ആദരിക്കുന്ന പരിപാടിയാണ്. പിന്നെ വാലിദി ശുഹദാ, ശുഹദാക്കളെ രക്ഷിതാക്കളെ ആദരിക്കുന്ന പരിപാടിയാണ്. നമുക്ക് കഴിയോ? ചിന്തിക്കാൻ കഴിയോ? നമുക്ക് നമ്മുടെ ഒരാള് തന്നെ ഒരു ഇസ്ലാമിക മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് അയാൾക്കൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മനസ്സിന്റെ പെടക്കലൊന്നും മാറ്റിക്കിട്ടണമെങ്കിൽ എത്ര കാലമാകും? പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ ആഘോഷിക്കാൻ കഴിയുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയുമ്പോഴാണ്. ആ തിരിച്ചറിവ് അവർക്ക് പകർന്നു കൊടുത്തത് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ പരിപാടി ഏതാണെന്നറിയോ? രണ്ടാമത്തെ പരിപാടി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും സാന്ദർഭികമായി ഞാൻ പറഞ്ഞു നോക്കട്ടെ. രണ്ടാമത്തെ പരിപാടി, ആ പരിപാടിക്ക് അവരിട്ട പേര് സഫ്വത്തുൽ ഹുഫാദ് എന്നാണ്. സഫ്വത്തുൽ ഹുഫാദ്. ആ പരിപാടി സംഘടിപ്പിച്ചത് ദാറുൽ ഖുർആനി വസ്സുന്ന എന്ന് പറയുന്ന 2 മദ്രസകളാണ്. ആ പരിപാടി നടന്നത് മസ്ജിദുൽ ഷാഫിഈ വ മസ്ജിദുൽ തഖ്വ എന്ന് പറയുന്ന 2 പള്ളികളിലാണ്. ആരും മസ്ജിദുൽ ഷാഫി എന്ന് വെറുതെ പേരിട്ടതല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മസ്ജിദുൽ അബൂബക്കർ എന്ന് ഇതുപോലെ ഇട്ടതല്ല. മസ്ജിദുൽ ഷാഫിഈ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് ജനവിഭാഗങ്ങൾ ഫോളോ ചെയ്യുന്ന മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ജനിച്ചത് ഗസയിലാണ്. അതുകൊണ്ട് ആ പേര് കൊടുത്തത്. ആ 2 പള്ളികളിൽ ഹാഫിളുകളായ ആളുകളെ ആദരിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ 581 ആളുകളാണ് പങ്കെടുത്തത്. 581 ആളുകളിൽ ഏറിയതും പെൺകുട്ടികളും സ്ത്രീകളുമാണ്. 24 മണിക്കൂർ ആ പരിപാടി നടക്കുന്നത്. എപ്പോഴാണെന്നറിയാം? അപ്പുറത്തപ്പുറത്തൊക്കെ ബോംബ് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുക. എപ്പോ വേണമെങ്കിലും ആക്രമണം നടക്കാം. ആ സന്ദർഭത്തിൽ നടക്കുന്ന പരിപാടിയാണ്. 24 മണിക്കൂർ 581 ആളുകൾ വലിയൊരു സർക്കിളായിട്ട് ഇരുന്നിട്ട് ഒരാൾ ഖുർആൻ ഓതുന്നു. അയാൾ നിർത്തിയെടുത്തുന്ന അടുത്ത ആൾ ഓടുന്നു, അയാൾ നിർത്തിയെടുത്ത് അടുത്ത ആൾ ഓടുന്നു. അങ്ങനെ ഈ 24 മണിക്കൂർ ആകുമ്പോഴേക്കും 581 ആളുകളും ഹാഫിളുകളായി അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ ഖുർആനിനെ ചേർത്ത് വെച്ചവർക്ക് മുമ്പിൽ മരണം പരാജയപ്പെടുകയാണ്.
മരണം പരാജയപ്പെടുകയാണ്. ഈ വെടിനിർത്തലിന് ശേഷം പിന്നെ ഫലസ്തീനിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഈജിപ്തിലെ എഴുത്തുകാരനായ ഫഹ്മി ഹുമൈദി ഉപയോഗിച്ച ഒരു പദപ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് തൂഫാനുൽ ഔദ എന്നാണ്. തൂഫാനുൽ ഔദ, തൂഫാനുൽ അഖ്സ നമുക്കറിയാം. അതിന്റെ ഒരു മറുപദ പ്രയോഗമാണ് തൂഫാനുൽ ഔദ എന്ന് പറയുന്നത്. തൂഫാനുൽ ഔദ എന്ന് പറഞ്ഞാൽ മടക്കത്തിന്റെ പ്രളയം എന്നാണ് അതിന്റെ അർത്ഥം. മടക്കത്തിന്റെ പ്രളയം. ഞാൻ കഴിഞ്ഞ വർഷം യുദ്ധം കൊടുമ്പിരിക്കുള്ള സന്ദർഭത്തില് എന്റെ കണ്ണിൽപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ദൃശ്യം ഇതാണ്. ഒരു സാധാരണക്കാരിയായ സ്ത്രീ പർദ്ദിട്ടിട്ട് ഒക്കത്തൊരു കുട്ടീനെ പിടിച്ചിട്ടുണ്ട്, കയ്യിലൊരു കുട്ടിയുണ്ട്, ഒരു പാണ്ഡവും പേറിയിട്ട് അവരിങ്ങനെ നടന്നു പോവുകയാണ്. വടക്കൻ ഗസയിൽ നിന്ന് അവർ രക്ഷ തേടിയിട്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു പോവുകയാണ്. അവരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് ലൗഡ് സൗണ്ട് ഇട്ടപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് നഹ്നു നുഹാജിറു മിൻ ബലദിനാ ഇലാ ബലദിൻ ആഖർ, നഹ്നു നുഹാജിറു മിൻ ബലദിനാ ഇലാ ബലദിൻ ആഖർ, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് സനഊദ്, ഇൻഷാ അല്ലാഹ് സനഊദ്, ഞങ്ങൾ തിരിച്ചു വരും. അവർ തിരിച്ചു വന്നത് ഒരു കേടുപാടും സംഭവിക്കാത്ത തങ്ങളുടെ വീടുകൾ തങ്ങളുടെ നാട്ടിലുണ്ട് എന്ന പ്രതീക്ഷയിലല്ല അവർ തിരിച്ചു വന്നത്. അവർ തിരിച്ചു വന്നത് ഞങ്ങൾ ഖുദ്സിന്റെ സംരക്ഷകരാണ്, ഖുദ്സിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പ്രശ്നമല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടോ എന്ന വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ ഇട്ടുകൊണ്ടാണ്. അവർക്കറിയാം പോയാലും ഇവർ കരാർ ലംഘിക്കുകയില്ല എന്ന ഉറപ്പൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മുഴുവനും ജൂതന്മാരുടെ കരാർ ലംഘനത്തിന്റെ കഥയാണ്. ജൂതന്മാരുടെ കരാർ ലംഘനത്തിന്റെ കഥയാണ്. ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് സൂറത്തുൽ ഹശ്ർ എന്നാണ്. ഏതാ സൂറത്തുൽ ഹശ്ർ എന്നറിയോ? നമ്മള് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ എന്ന സൂറത്ത് എന്ന ഭാഗമുള്ള ഇത് പലർക്കും ഇതുണ്ടാവുമല്ലോ. ആ സൂറത്തിന്റെ പ്രമേയം എന്താണെന്ന് അറിയോ? ബനൂ നദീർ എന്ന് പറയുന്ന ജൂതഗോത്രം അള്ളാഹുവിന്റെ റസൂലുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി ലംഘിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ നടത്തിയ സൈനിക നടപടിയെ കുറിച്ചാണ് ആ സൂറത്ത് പരാമർശിക്കുന്നത്. ആ സൂറത്ത് നമ്മൾ കേട്ടത് അടുത്ത കാലത്ത് എങ്ങനെയെന്നറിയോ? ആ സൂറത്താണ് അബൂബക്കറിന്റെ എന്താണ് ഇസ്മായിൽ ഹനിയുടെ പ്രഭാഷണത്തിൽ, ഇബ്രാഹിം ഹനിയയുടെ പിന്നെ സിൻവാറിന്റെ പ്രഭാഷണത്തിൽ, അതുപോലെ ഖാലിദ് മിഷ്അലിന്റെ പ്രഭാഷണത്തിൽ, മുഹമ്മദ് അൽ-വൈഫിന്റെ പ്രഭാഷണത്തിൽ, അബൂബൈദയുടെ പ്രഭാഷണത്തിൽ ഒക്കെ ഈ സൂറത്തിലെ ആയത്തുകളൊക്കെ കാണുന്നത്. നമുക്ക് ആ സൂറത്തിൽ എന്താ പറയുന്നത് ശരിക്കും അറിയില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് നടക്കുന്ന യുദ്ധത്തിൽ ഖുർആൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണത്. ഖുർആൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് അവർ ഉടമ്പടി ലംഘിച്ചാൽ എങ്ങനെ അവരോട് നിങ്ങൾ വർത്തിക്കണം, അവരെ എങ്ങനെ അവരോട് എങ്ങനെ നിങ്ങൾ ആക്രമണം നടത്തണം എന്നതൊക്കെ അവരിങ്ങനെ ഉദ്ധരിച്ച് പറയാം. ഒരായത്ത് ഓതിയിട്ടാണ് ആ പ്രസംഗം ആരംഭിക്കുക. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ പറയും. എന്നിട്ട് വീണ്ടും അവസാനിക്കുന്ന ഒരു ആയത്ത് പറഞ്ഞുകൊണ്ടാണ്. ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു വിഭാഗമാണ് ഇപ്പോൾ വീണ്ടും അവർ ആക്രമണത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതോടുകൂടി തീരാൻ പോവുകയാണ് എന്ന്? എത്രയോ കാലമായി പാശ്ചാത്യ മീഡിയകൾ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ തീവ്രവാദത്തിന്റെ ആളുകൾ അവർ സ്വപ്നം കണ്ടിരുന്നതാണ് ഹമാസിനെതിരെ പിന്നെ ഗസയിൽ ഒരു പ്രകടനം നടക്കണം എന്നത്. ഒരുപാട് നാളത്തെ അവരുടെ ആഗ്രഹമാണ്. ഇന്നലെ വരെ അതുണ്ടായിട്ടില്ല. ഇന്നലെ വരെ ഹമാസിനെ അനുകൂലിക്കുന്നവരല്ല അവിടെ ഭൂരിപക്ഷം ആളുകൾ. എന്നിട്ടും അവർ ഹമാസിന്റെ കൂടെ നിന്നു. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ചില പതിപ്പുകൾ അവിടെ ഉണ്ട്. ആ പതിപ്പുകളിൽ പെട്ട ആളുകൾക്ക് പോലും ഹമാസിനെതിരെ സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ സംസാരിച്ചിരുന്നില്ല അവർ. ഇന്ന് സയനിസ്റ്റുകൾ അവരുടെ ഗൂഢ പദ്ധതിയിലൂടെ ചില ആളുകളെ കൂട്ടിയിട്ട് വലിയൊരു പ്രകടനം നടത്തിയിരിക്കുന്നു. 20 ലക്ഷം ആളുകൾ ഉള്ള ഒരു പ്രദേശത്ത് 100-150 ആളുകൾ നടത്തുന്ന ഒരു പ്രകടനത്തെ ഹമാസിനെതിരെ നടത്തിയ വലിയ പ്രകടനമായി കൊട്ടിഘോഷിക്കുകയാണ് പാശ്ചാത്യ മീഡിയ.
നമ്മുടെ കേരളത്തിലും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇനി ഞാൻ പക്ഷേ ഇതിനെയൊക്കെ അതിജയിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ഖുർആൻ മുറുകെ പിടിച്ചവരാണ്. ഖുർആൻ മുറുകെ പിടിച്ചവരാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ആലി ഇംറാനിലെ ഒരു ആയത്ത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കതീറ. നിങ്ങൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും കേട്ടോ. എന്ത് കേൾക്കേണ്ടി വരും? മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും. എന്നിട്ട് ഖുർആൻ ഒന്നുകൂടി അവിടെ ചേർത്ത് വെക്കുന്നുണ്ട്, വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരും. നമ്മള് ഇതെന്നോ ഇറങ്ങിയ ഒരു സാധനമാണ്, എന്നോ ഉള്ള കാര്യങ്ങൾ പറയാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുർആൻ ഇന്നിന്റെ ഭാഷയിൽ ഇന്നത്തെ സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വേദക്കാർ മാത്രമല്ല, മുശ്രിക്കുകളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരും. മുശ്രിക്കുകളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരും. ഇന്ന് ആഗോള തലത്തിൽ ഒരു മുക്കൂട്ട് മുന്നണി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് യാങ്കികൾ എന്ന് പറയുന്ന അമേരിക്കയാണ്, രണ്ടാമത്തെ സയനിസ്റ്റുകൾ എന്ന് പറയുന്ന ജൂതന്മാരാണ്, മൂന്നാമത്തേത് ഖുർആൻ പറഞ്ഞ മിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികൾ. നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ എന്ന് പറയാം. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ, അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തെ ആദ്യം പോയി കണ്ട ആളുടെ പേരെന്താണെന്നറിയൂ? ആദ്യം പോയി കണ്ട ആള് ബെന്യാമിൻ നെതന്യാഹു ആണ്. അതിന്റെ അടുത്ത് നാലാമത്തെയോ അഞ്ചാമത്തെയോ ആയി സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ കയ്യിലും കാലിലും വിലങ്ങിട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചയച്ച അപമാന ഭാരത്തിന്റെ ഇടയിലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ പോയി സന്ദർശിക്കാൻ വേണ്ടി പോയത് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രതിനിധിയായ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഈ മുക്കൂട്ട് മുന്നണിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് സയനിസത്തെ അല്ലെങ്കിൽ പലസ്തീനികൾക്കെതിരെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. അതിന്റെ അനുരണനങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അനുരണനങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുകൾ എന്ത് ചെയ്യാനും ബുൾഡോസറിന് വിധേയമാവുകയാണ്. ശനിയാഴ്ച വൈകുന്നേരമാണ് ബുൾഡോസറിന് വിധേയമാവുക. കാരണം ശനിയാഴ്ച കോടതിയില്ല, ഞായറാഴ്ചയുമില്ല. തിങ്കളാഴ്ച പോകുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ, നീതി നിഷേധങ്ങൾക്കെതിരെ വാളെടുക്കുന്ന പ്രതികരിക്കുന്ന ആളുകൾ വീടുകൾ തകർക്കുകയാണ്. അവസാനം കോടതിക്ക്, സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു, നിങ്ങൾ ഇങ്ങനെ തകർക്കൽ തുടർന്നാൽ അത് പുനർനിർമ്മിക്കാൻ ഞങ്ങൾക്ക് വിധിക്കേണ്ടി വരുമെന്ന് പറയേണ്ടി വന്നു. നമ്മൾ വിചാരിച്ചത് 2024 ജൂൺ മാസത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ പിടിച്ചു കെട്ടിയെന്നാണ്. പക്ഷേ അതിന്റെ അഭ്യന്തരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ്. അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ കഴിഞ്ഞ റമദാനിന്റെ അന്ന് തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ട് ആ കാത്തിരിക്കുന്ന ജാർഖണ്ഡിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ പള്ളി, ആ പള്ളി റമദാനിന്റെ തലേ ദിവസമാണ് തകർത്ത് കളഞ്ഞത്. അതിന്റെ കുപ്പ തകർക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. എവിടുന്നാ ഈ ബുൾഡോസറിങ് ഇവർ പഠിച്ചത് എന്നറിയോ? ഇവർ ഈ ബുൾഡോസറിങ് പഠിച്ചത് ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേൽ അധിനിവേശത്തിന്റെ ഭാഗമായി വിശ്വാസികളുടെ, ഫലസ്തീനികളുടെ ഭവനങ്ങൾ ബുൾഡോസറിങ്ങിന് വിധേയമാക്കുന്നതിൽ നിന്നാണ് ഇവർ പഠിച്ചത്. ഈ മുക്കൂട്ട് മുന്നണിയുടെ തേരോട്ടത്തിന്റെ ഇടയിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? ഖുർആൻ അതും പറയുന്നുണ്ട്. ഖുർആനിലെ സൂറ ആലി ഇംറാനിലെ ഒരു ഭാഗത്ത് അല്ലാഹു പറയുന്നത്, വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ശൈആ. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, വതത്തഖു, നിങ്ങൾ തഖ്വ പുലർത്തുന്നുവെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും ശൈആ, നിങ്ങളെ ഒരു പോറലും എത്തിക്കാൻ അവരുടെ ഒരു തന്ത്രത്തിനും കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമുക്ക് കഴിയാറുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഖുർആൻ പറയുന്ന ക്ഷമ, ഖുർആന്റെ ക്ഷമ എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിയ ക്ഷമയെ അല്ല. വിശുദ്ധ ഖുർആനിന്റെ ക്ഷമ എന്ന് പറയുന്നത്
പ്രതികൂല സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള വിശ്വാസിയുടെ നെഞ്ചുറപ്പിലാണ് ഖുർആൻ ക്ഷമ എന്ന പേര് പറഞ്ഞിട്ടുള്ളത്. പ്രതികൂലമായ സാഹചര്യം നമ്മൾ വിശ്വസിക്കുന്നതിനും അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നതിനും എതിരായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം, ആ സാമൂഹിക സാഹചര്യത്തോട് നിങ്ങൾ എങ്ങനെ അനുവർത്തിക്കും എന്ന സ്ട്രാറ്റജിയുടെ പേരാണ് ക്ഷമ. ഞാൻ വെറുതെ പറയുന്നില്ല. ഖുർആനിലെ ഒരു സൂറത്തിന്റെ പ്രമേയം ബദർ യുദ്ധമാണ്. ബദർ യുദ്ധം പ്രമേയമായ സൂറത്ത് ഏതാണെന്ന് അറിയാലോ? സൂറത്തുൽ അൻഫാൽ. ആ സൂറത്തുൽ അൻഫാലിന്റെ ഒടുവിൽ ബദർ യുദ്ധത്തിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവലോകനത്തിനിടയിൽ അല്ലാഹു പറയുന്നു, ഇയക്കും മിൻകും 20 സാബിറൂൻ യഗ്ലിബു മിഅതൈൻ വഇയക്കും മിൻകും മിഅ യഗ്ലിബു അൽഫൻ മിനല്ലദീന കഫറൂ. നിങ്ങളുടെ കൂട്ടത്തിൽ 20 ക്ഷമാലുക്കളുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് 200 ആളുകളെ അതിജയിക്കാൻ കഴിയും. നിങ്ങളുടെ കൂട്ടത്തിൽ 100 ക്ഷമാലുക്കളുണ്ടോ? എന്നാൽ 1000 പേരെ അതിജയിക്കാൻ കഴിയും. അവിടെ ക്ഷമാലുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രു വാളും അതുപോലെ കുന്തവും ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ, അവരെ പ്രതിരോധിക്കലാണ്. അങ്ങനെ സ്വന്തം പിതാവിനെ കൺമുമ്പിൽ കാണുമ്പോൾ പിതാവിനേക്കാൾ പടച്ച തമ്പുരാന് പ്രാധാന്യം കൊടുക്കാൻ നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങളുടെ ഈമാനിന് ശക്തിയുണ്ടോ എന്നതാണ് ക്ഷമ എന്ന് പറയുന്നത്. അതുപോലെ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കിയ തഖ്വ റമദാൻ തഖ്വയുടെ മാസമാണല്ലോ. നമ്മളെ നിസ്കരിക്കുമ്പോണ്ടാവുന്ന ഒരു ഭക്തി, അതിനാണ് തഖ്വ എന്ന് പറയാം. പക്ഷെ ഖുർആൻ അവിടെ പറഞ്ഞ തഖ്വയുടെ അർത്ഥം അതല്ല. ഖുർആൻ അവിടെ പറഞ്ഞ തഖ്വയുടെ അർത്ഥം നിങ്ങൾ പടച്ച തമ്പുരാനെ മാത്രം പേടിക്കലാണ്. പടച്ച തമ്പുരാനെ മാത്രം പേടിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലെ ഒരു ശക്തിയെ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. അള്ളാഹുവിനോടുള്ള ഭയം നിങ്ങൾക്ക് കുറഞ്ഞു പോയാൽ ദുനിയാവിലെ പലരെയും നിങ്ങൾ പേടിക്കേണ്ടി വരും. നിങ്ങളുടെ ഭരണകൂടങ്ങളെ, നിങ്ങളുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളെ ഒക്കെ പേടിക്കേണ്ടി വരും. ഇവർ ടെക്നോക്രാറ്റിനെ കൊണ്ടുപോയി പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. പടച്ചോനെ എന്തൊക്കെ ഉണ്ടാവുക എന്ന് ബേജാർ കുടുങ്ങിയ ആളുകൾ ഈ സമുദായത്തിനകത്തുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് തരിക. അതിനുവേണ്ടി വാപ്പയും മകനും നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ പോയിരിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെ? ഞങ്ങളുടെ വലിയൊരു കേന്ദ്രമുണ്ട്, ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചില നടപടികൾ അതൊന്ന് ശരിയാക്കി തരണമെന്നാണ് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാല്, കഅബ തകർക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് വന്നപ്പോ അബ്രഹത്ത് പോകണ വഴിക്ക് എന്ത് ചെയ്തു? കിട്ടിയതൊക്കെ കൊള്ളയടിച്ചിട്ടാ പോയത്. അങ്ങനെ അവസാനം അബ്രഹത്തിന്റെ ദർബാറിൽ ഒരു ടീം എത്തുന്നുണ്ട്. ആരാണെന്നറിയോ? അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിന്റെ ടീം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കഅബയ്ക്കൊരു നാഥനുണ്ട്, ആ നാഥൻ അത് സംരക്ഷിച്ചു കൊള്ളും. പക്ഷെ ഞങ്ങളുടെ കുറച്ച് ഒട്ടകങ്ങൾ പിടിച്ചിട്ടുണ്ട്, ആ ഒട്ടകങ്ങൾ ആരുടേതാണ്? ഞങ്ങളുടേതാണ്, അത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സമുദായത്തിന്റെ അരക്ഷിതാവസ്ഥ അവർക്ക് പ്രശ്നമല്ല. ഇസ്ലാമിക സമൂഹത്തെ മുച്ചൂടും ആക്രമിക്കാനും അവരെ ഒന്നുമല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിപാടികൾ ആവിഷ്കരിച്ചാലും അത് നിങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ കാര്യം നടക്കണം എന്നിടത്താണ് മുസ്ലിം സമൂഹം. ഇവിടെ നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, കാര്യങ്ങൾ വഷളാണ് എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത്? നമ്മുടെ നാട്ടില് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഹമാസ് ആണ് എന്ന ഒരു നരേഷൻ യഥാർത്ഥത്തിൽ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇന്ന് ഹമാസിന് വേണ്ടി, ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചാൽ അതുപോലും പ്രശ്നവൽക്കരിക്കുന്ന സാമൂഹിക അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. അവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് അവർ തീവ്രവാദികളാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇത്രയേറെ കലുഷിതമായിട്ട് പോലും ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആ രാജ്യത്തിരുന്ന് തീവ്രവാദത്തിന്റെ വർത്തമാനങ്ങൾ പറയാൻ അവർക്ക് കഴിയുന്നുവെങ്കിൽ എത്രമാത്രം വെറുപ്പിന്റെ വിതരണത്തിന്റെ സ്വാധീനം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് തളരാൻ പാടില്ല. നമ്മൾ ആർജവത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഖൽബിൽ ഈമാൻ ഉണ്ട് എങ്കിൽ, ഖൽബിൽ തഖ്വയുണ്ട് എങ്കിൽ, ക്ഷമയാണ് നമ്മുടെ സ്ട്രാറ്റജി എങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ ആരെയും പേടിക്കേണ്ടി വരില്ല. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ,
ഇതിലേതെങ്കിലും ഒന്നിന്റെ കനം കുറഞ്ഞു പോയാൽ, ശക്തി കുറഞ്ഞു പോയാൽ നമ്മൾ പരിഭ്രാന്തരായി പോകും. അത് പോവാതിരിക്കാൻ ജാഗ്രത നമുക്കുണ്ടാവണം. എന്തിനാണ് റമദാൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ ക്ഷമയെ നമുക്ക് റമദാനിൽ നിന്ന് സ്വാംശീകരിക്കാനാണ്, എടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സും സൗമ ശഹരി റമദാൻ, സും സൗമ സുബരി റമദാൻ, റമദാൻ എന്ന് പറയുന്ന ക്ഷമയുടെ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കുക എന്നാണ് പറഞ്ഞത്. ക്ഷമ റമദാൻ നമുക്ക് നൽകുന്ന മൂല്യങ്ങളാണ്. നമ്മൾ എന്തിനാ നിസ്കരിക്കുന്നത്? നമ്മൾ എന്തിനാ തറാവീഹ് നിസ്കരിക്കുന്നത്? നമ്മൾ എന്തിനാ നോമ്പ് തുറപ്പിക്കുന്നത്? നമ്മൾ എന്തിനാ സകാത്തും സദഖയും ഒക്കെ കൊടുക്കുന്നത്? അതൊക്കെ യഥാർത്ഥത്തിൽ ഈ പള്ളിയുടെ പില്ലറുകൾ പോലെയാണ് നമ്മുടെ ആരാധനകൾ. ഈ പില്ലറുകളിൽ വെച്ച് കിട്ടുന്ന ഒരു ആശയമുണ്ട്. ആ ആശയം നമ്മൾ റമദാനിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടതാണ്. ആ ആശയത്തിൽ അല്ലെങ്കിൽ ആ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ. ആ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തഖ്വ. ആ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈമാൻ. ആ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൗബ. ആ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തവക്കുൽ എന്ന് പറയുന്നത്. അത് ആർജിക്കാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ റമദാൻ പരിപാടികൾക്ക് മുഴുവൻ വിട്ട തലക്കെട്ട് എന്താണെന്നറിയും? തലക്കെട്ട് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിജയമാണ് റമദാൻ എന്നാണ്. വിജയമാണ് റമദാൻ എന്നാണ്. ആയിരങ്ങൾ കുരുതി കൊടുക്കപ്പെടുന്ന നാട്ടിൽ, സ്വന്തം നിലനിൽപ്പ് പോലും പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒരു നാട്ടിൽ, അരക്ഷിതാവസ്ഥ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ പറയണമെങ്കിൽ ആർജവമുള്ള സംഘത്തിനെ സാധിക്കുകയുള്ളൂ. ആ ആർജവമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് ഖുർആൻ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ റമദാനിന്റെ രാപ്പകലുകളിൽ പടച്ചവനെ, എന്റെ ഈ നമസ്കാരം, എന്റെ ഈ കരഞ്ഞുള്ള പ്രാർത്ഥന എനിക്ക് റമദാനിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ റമദാനിന്റെ മൂല്യങ്ങൾ സ്വീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ ഈ ആരാധനാനുഷ്ഠാനൊക്കെ റമദാൻ കഴിഞ്ഞാൽ നിർത്തിക്കഴിയും അല്ലെ? എത്രയൊക്കെ പറഞ്ഞാലും ഖത്തീബുമാരെ ഖുതുബയിൽ പറയും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സമ്മസ്തഖാമു തനസ്സലു അലൈഹിമുൽ മലായിക. ഒരിക്കലും കഴിയോ? നമുക്ക് റമദാൻ പോലെ തറാവീഹ് നിസ്കരിക്കാൻ കഴിയൂല. നമുക്ക് റമദാൻ പോലെ സുന്നത്തുകളിൽ കണിശത പുലർത്താൻ കഴിയില്ല. റമദാനിലെ ഒരു മാസക്കാലത്ത് നമ്മുടെ കണിശമായ ആരാധനാ കർമ്മങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ഈ മൂല്യങ്ങളെ നമുക്ക് നിലനിർത്താൻ കഴിയണം. അതാണ് റമദാനിന്റെ തുടർച്ച എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരുപാട് വീഴ്ചകളുള്ളവരാണ് ഞങ്ങൾ, ഒരുപാട് ദൗർബല്യങ്ങളുള്ളവരാണ് ഞങ്ങൾ. നാഥ, ഞങ്ങളുടെ ഖൽബിന് നീ ഉറപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബിന് നീ തഖ്വ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാനിനെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. കറകളഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമകളായി മാറാൻ നാഥ നിന്റെ തൗഫീഖ് ഉണ്ടാവണേ തമ്പുരാനെ. നിന്റെ കൃപയുണ്ടാവണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെ നീ ഈമാൻ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. അവരിൽ ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാഥ, അവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പലരും മാരകമായ രോഗത്തിന്റെ പിടുത്തത്തിലാണ്. ആ രോഗങ്ങൾ ഞങ്ങളുടെ സമാധാനം കെടുത്തിയിട്ടുണ്ട് നാഥ. ഞങ്ങൾക്ക് അവിടെ രോഗം നീ ശിഫയാക്കി സാന്ത്വനം അല്ലെങ്കിൽ ആശ്വാസം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങളുള്ളവർ, അതിന്റെ പേരിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആത്മാർത്ഥത പോലും നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. റബ്ബേ, ജീവിതം ഒതുക്കി സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി ജീവിക്കാൻ ഈ റമദാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഗസയിലെ ഞങ്ങളുടെ സഹോദരന്മാർ തുല്യതയില്ലാത്ത പീഡനങ്ങൾക്ക് അവർ വിധേയമാവുകയാണ്, ആക്രമണങ്ങൾക്ക് അവർ വിധേയമാവുകയാണ്. നാഥാ, നിന്റെ കൃപയുടെ നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവരിൽ നീ വിരിക്കണേ തമ്പുരാനെ. അവരെ രക്ഷിക്കണേ തമ്പുരാനെ.
അവിടെ ശുഹദാക്കളെ കൊണ്ട് നീ അവർക്ക് ആർജവത്തോടു കൂടി ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും നൽകണേ തമ്പുരാനെ. മാരകമായ രോഗമുള്ള അവർക്ക് ചികിത്സിക്കാൻ ഇടമില്ല തമ്പുരാനെ. എല്ലാ ചികിത്സയെയും കയവച്ച് നിൽക്കുന്ന ശിഫ നൽകുന്നവനാണല്ലോ നീ. നാഥാ, അവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവർക്ക് ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കഴിക്കാൻ ഭക്ഷണമില്ല അവർക്ക്. നാഥാ, അവർക്ക് നീ ഭക്ഷണം നൽകണേ തമ്പുരാനെ. അവർക്ക് ആഫിയത്ത് നൽകണേ തമ്പുരാനെ. റിസ്ക് നൽകണേ തമ്പുരാനെ. അവർക്ക് സിഹത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, കിടന്നുറങ്ങാൻ ഒരു കൂരയില്ല അവർക്ക്. നിന്റെ ആകാശം മേലാപ്പാക്കിക്കൊണ്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. നാഥാ, അവർക്ക് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ പ്രശ്നകലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ഈ വലതു തീവ്രവാദത്തിന്റെ എല്ലാ തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നീ കഴിവ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് വിവേകം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് നീ വിവേകം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ലഹരിയുടെ ഒഴുക്കാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ആത്മീയ വീര്യം കെടുത്താൻ എന്താണ് വഴി എന്ന ആലോചനയിൽ നിന്ന് തിന്മയുടെ ശത്രുക്കളാണ് ഇതിന്റെ പറകിലെന്ന് ഞങ്ങൾക്കറിയാം. നാഥാ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ രക്ഷിക്കണേ തമ്പുരാനെ. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പെൺകുട്ടികൾ ഒതുക്കി വളർത്തിയവരാണ് ഞങ്ങൾ അവരെ. അല്ലാഹുവേ, അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെയും ഈക്വാലിറ്റിയുടെയും പേര് പറഞ്ഞ് ക്യാമ്പസുകളിൽ അവരെ തട്ടിയെടുക്കാൻ വളവീശി കാത്തിരിക്കുന്നവരുണ്ട്. നാഥാ, അവർക്ക് നീ കാവലാവണേ തമ്പുരാനെ. അവർക്ക് നീ കാവലാവണേ തമ്പുരാനെ. അവരുടെ കാര്യത്തിൽ തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥാവിശേഷം ഞങ്ങൾക്ക് നീ നൽകലേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഒരിക്കലും നീ നൽകലേ തമ്പുരാനെ. അഭിമാനത്തോടുകൂടി മക്കളെ വളർത്താൻ കഴിയുന്ന രക്ഷിതാക്കളായി ഞങ്ങൾ നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, റമദാൻ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാൻ വിട പറഞ്ഞിട്ട് ഇനി റമദാനിനെ ഞങ്ങൾ കണ്ടെത്തുന്നത് നിന്റെ സന്നിധിയിലാണ്, നിന്റെ ദർബാറിലാണ്. ആ ദർബാറിൽ റമദാൻ എഴുന്നേറ്റ് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നിങ്ങൾ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ തിന്മകൾ മൂലം, ഞങ്ങളുടെ തെറ്റുകൾ മൂലം ആ ശുപാർശ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ ഒരിക്കലും ഉണ്ടാക്കല്ലേ തമ്പുരാനെ. ഒരിക്കലും ഉണ്ടാക്കല്ലേ തമ്പുരാനെ. ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്നാലും റബ്ബേ, നാളെ ഞങ്ങളുടെ നോമ്പ് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നാളെ നിന്റെ ദർബാറിൽ നിൽക്കുമ്പോൾ എവിടെ നോമ്പുകാരെന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അങ്ങനെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആരാധനാ കർമ്മങ്ങൾ ലക്ഷ്യമല്ല എന്നും മാർഗമാണെന്നും ലക്ഷ്യം മൂല്യങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് നീ കഴിവ് നൽകണേ തമ്പുരാനെ. ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നിന്റെ സ്വീകാര്യരായ അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥാ. ഞങ്ങൾ കണ്ടിട്ടില്ല നിന്റെ റസൂലിനെ, പക്ഷേ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നാഥാ. നിന്റെ അടുക്കൽ നാളെ പരലോകത്ത് അല്ലാഹുവേ നിന്റെ റസൂലിന്റെ കൂടെ ചാരത്ത് കഴിയാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പരലോകത്തെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നിന്നെ കണ്ടുറന്ന് കാണലാണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നാഥാ, കാണാത്ത നിങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച് അമൽ ചെയ്യുന്നു. നിന്നെ കൺകുളിർക്കെ കാണാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഒരിക്കലും അത് നീ ഞങ്ങൾക്ക് നിഷേധിക്കല്ലേ തമ്പുരാനെ. ഒരിക്കലും നിഷേധിക്കല്ലേ തമ്പുരാനെ. നീ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഖാഫിലയിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇർഹംനാ റബ്ബനാ ഇന്നക തുഹിബ്ബുൽ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ وعن والدينا وعن أزواجنا وعن ذرياتنا
وعن أساتذتنا وعن إخوتنا يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. Thank you.